എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ മാവൊക്കെ ഒന്ന് ഉപ്പിട്ടൊന്ന് കലക്കി വെക്കുന്നുണ്ട്. ഇഡലിയാണ് ഉണ്ടാക്കുന്നത്. ഇഡലി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ദോശ വേണ്ടിയവർക്ക് ദോശ. അപ്പോൾ കൊച്ചിന് കുടിക്കാനുള്ളത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചായ അപ്പുറത്ത് അടപ്പത്തിരിപ്പുണ്ട്. അപ്പോൾ ഇഡലിക്കുള്ളതെല്ലാം ഒന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇഡലിയൊക്കെ ഇവിടെ റെഡിയായി. അപ്പം ദോശ വേണ്ടിയവർക്ക് ദോശയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇഡലി എന്നിട്ട് ഞാനത് കട്ട് ചെയ്തിട്ട് ടിഫിൻ കൊണ്ടുപോകാനായിട്ട്, കൊച്ചിന് ടിഫിൻ കൊണ്ടുപോകാൻ ഞാൻ മസാല ഇഡലി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഇഡലിക്കുള്ള മസാലയൊക്കെ തയ്യാറാക്കിയായിരുന്നു. അപ്പോൾ ഇഡലിയും കൂടെ അതിലിട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് ലാസ്റ്റിൽ ഇച്ചിരി ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ദോശയും സാമ്പാറോടാണ് ഞാൻ കഴിച്ചത്. ഇന്നലെ ഉണ്ടാക്കിയ ഇരുമ്പമ്പുളി അച്ചാർ ഞാൻ ദാണ്ട് ഇപ്പം കുറേയും കൂടങ്ങ് അതിൽ നിന്ന് വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. അതിപ്പോൾ ഞാനൊരു ഗ്ലാസ് ബോട്ടിലാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അച്ചാറൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ചപ്പാത്തിക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്ക, ഉരുളൻകിഴങ്ങും സവാളയൊക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ പാൻ വെച്ച് ഇച്ചിരി കടുകും പൊട്ടിച്ചിട്ട് കറിവേപ്പില ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് വെണ്ടയ്ക്കയും കിഴങ്ങൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ തോരൻ വയ്ക്കാനായിട്ട് ഞാൻ ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് പീസാക്കിയിട്ട് ഈ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടിയൊക്കെ റെഡി ആയായിരുന്നു. ഞാൻ അതേ പാനിൻ്റെ അകത്താണ് തോരനും വെക്കുന്നത്. കടുക് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് സവാള, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള തേങ്ങയും ചേർത്ത് പിന്നെ നമ്മൾ അരിഞ്ഞ് ബീട്രൂട്ടും ചേർത്ത് ഇതിൽ ഇച്ചിരി കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയും ചേർത്തായിരുന്നേ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ലാസ്റ്റിൽ വേണമെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. അപ്പം ബീഫ് അച്ചാറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അങ്ങനെ ബീഫൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ ഉപ്പും വിനാഗിരിയും ഒഴിച്ച് അവിടെ ഇട്ടേക്കുക. എന്നിട്ടത് കഴുകി വാരി ഒന്ന് വേവിക്കാൻ വെക്കണം. അപ്പോൾ കൊച്ചുച്ചയ്ക്ക് വന്നോണ്ടേ അവനും ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു. അവന് കട്ടി കുറഞ്ഞ ദോശ മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ അവന് ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി. ഇന്നലത്തെ ഇച്ചിരി മീൻ ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിക്കാൻ വെച്ചു. ഇവിടെ ഇപ്പം നമ്മുടെ ബീട്രൂട്ട് തോരനും റെഡിയായി. അപ്പോൾ ഇച്ചിരി തൈരുണ്ടായിരുന്നു, അതൊന്ന് ഉടച്ച് മോരുകറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നീട് മീൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഒന്ന് വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഉച്ചക്കത്തെ എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർത്തതിന് ശേഷം പിന്നെ ബീഫ് അച്ചാർ ഇടണമായിരുന്നു. അപ്പം ഞാൻ ബീഫൊക്കെ കഴുകി വാരി കുക്കറിലൊന്ന് വേവിച്ചെടുത്തായിരുന്നു. എന്നിട്ട് ഞാൻ കുറേശ്ശെ അതെല്ലാം ഒന്ന് വറുത്തെടുത്തു, 2-3 തീരയായിട്ട്. അപ്പം ആർക്കെങ്കിലും ബീഫ് അച്ചാർ വേണമെങ്കിൽ ഞാൻ വാട്സപ്പിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇന്ത്യയിൽ എവിടെയും കൊറിയർ ചെയ്ത് കൊടുക്കുവേ. അപ്പം ബീഫൊക്കെ ഒന്ന് അച്ചാറിട്ടു. അപ്പം ഞാൻ ലാസ്റ്റ് സ്റ്റേജ് നിങ്ങൾക്ക് ലാസ്റ്റിൽ കാണാം. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.